ഇടുക്കി മൂന്നാറിൽ വീണ്ടും റേഷൻ കട കയ്യേറി പടയപ്പ. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിലാണ് റേഷൻ കടയുടെ മേൽക്കൂര തകർത്ത് പടയപ്പ അരി ഭക്ഷിച്ചത്. ഇതിനിടയിൽ വേറൊരു കാട്ടാന മൂന്നാറിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറും തകർത്തിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ ജനങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ്. ലാക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്താണ് പടയപ്പ അരി തിന്നത്. ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന കടയുടെ മേൽക്കൂര കാട്ടാന തകർത്തു. കടയ്ക്കുള്ളിൽ നിന്നും 2 ചാക്ക് അരിയെടുത്ത് ഭക്ഷിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് പടയപ്പ അരമണിക്കൂറോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. ലാക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ റോഡിൽ പടയപ്പ ഇറങ്ങിയതോടെ ഇരുദിശകളിൽ നിന്നും എത്തിയ വാഹനങ്ങൾ റോഡിലകപ്പെട്ടു. കഴിഞ്ഞ ദിവസം കുറ്റിയാർവാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. വനപാലകരെത്തി മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ആനയെ റോഡിൽ നിന്ന് മാറ്റിയത്. റോഡിലിറങ്ങി നിൽക്കുമെങ്കിലും പടയപ്പ സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി മൂന്നാറിലെ സ്ഥിരം സാന്നിധ്യമായ പടയപ്പയ്ക്ക് ധാരാളം ആരാധകരും പ്രദേശത്തുണ്ട്. ഇതിനിടയിൽ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ വേറൊരു കാട്ടാന ആക്രമിച്ചിട്ടുണ്ട്. മൂന്നാർ KDHP റീജിയണൽ ഓഫീസ് ജീവനക്കാരനായ ഫ്രാൻസിസ് ബർണാഡിൻ്റെ വാഹനത്തിനാണ് ആനയുടെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. കാറിൻ്റെ ചില്ലുകൾ ആന കുത്തി തകർത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.